ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ്. പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് സൗത്ത് എന്ന് പറയുന്നത്. നേരത്തെ കോഴിക്കോട് 2 എന്ന പേരുള്ള മണ്ഡലമാണ് 2008 പുനഃസംഘടനയ്ക്ക് ശേഷം കോഴിക്കോട് സൗത്ത് ആയി മാറിയിരിക്കുന്നത്. ഈ ഒരിക്കലും ഏതെങ്കിലും ഒരു മുന്നണിയെ തുടർച്ചയായി വിജയിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. 2008 പുനർനിർണയത്തിന് മുൻപുള്ള ഏതാണ്ട് 30 വർഷത്തോളം കാലം ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നോ അവരാണ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരിക എന്നുള്ളതായിരുന്നു ഒരു കൗതുകകരമായ ചരിത്രം. എന്തായാലും അതിനുശേഷം ആ ഒരു ചരിത്രം തിരുത്തി കുറിച്ചത് MK മുനീറാണ്. 2011 ഡോക്ടർ MK മുനീറാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന് ഇവിടെ വിജയിച്ചത്. അതിനുശേഷം 2016 അദ്ദേഹം വിജയം ആവർത്തിച്ചു. പിന്നീട് അദ്ദേഹം കൊടുവള്ളിയിലേക്ക് മാറുകയും ഇവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അഹമ്മദ് ദേവർകോവിൽ ഇവിടെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും ഈ മണ്ഡലത്തിൻ്റെ ചരിത്രവും വിശേഷവും ഇവിടുത്തെ ചൂടും ചൂരും ഒക്കെ നമുക്കറിയാം. എന്തായാലും കാത്തിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിന്റെ ഭാഗമായ വലിയങ്ങാടിയിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ കാണുന്നത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് അഹമ്മദ് ദേവർകോവിൽ തന്നെയാണ് വീണ്ടും ജനവിധി തേടുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അദ്ദേഹമാണ് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് മത്സരിക്കുന്നത്. T റനീഷാണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ചേട്ടാ, നോർത്ത് അവിടെയാണോ? ഇവിടെ ഹിന്ദിക്കാരാണ് കൂടുതലുള്ളത്. അവർക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല. നമുക്ക് ഇവിടെ നോക്കാം. ചേട്ടാ, ഈ നോർത്ത് മണ്ഡലത്തിൽ ആര് ചെയ്യും? ഇവിടുത്തെ ട്രെൻഡ് നല്ല സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരണം? ഭരണ തുടർച്ച വേണോ? ഭരണ തുടർച്ച വേണമെന്നാണ് പിണറായി വീണ്ടും ഇവിടെ അഹമ്മദ് ഗോറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ഗുഡ്. അതുപോലെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. ഇവിടെ കച്ചവടക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പച്ചക്കറി കടയാണ്. അവിടെ നിന്ന് മീൻ മാർക്കറ്റിലേക്കുള്ള വഴിയാണ്. ചേട്ടാ, ജയിക്കണം. ഓക്കെ, നമുക്ക് ഈ മീൻ മാർക്കറ്റിലേക്ക് പോകാം. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നുണ്ട്, തെറ്റില്ലാത്ത രൂപത്തിൽ. ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് നല്ല കച്ചവടമായിരിക്കും. നല്ല കച്ചവടം, ചെറിയ മീനെ കച്ചവടം, വലിയ മീനെ കച്ചവടമുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ? സാറായിട്ട് പോകുന്നുണ്ട്. ആര് ജയിക്കും? നമുക്ക് LDF ജയിക്കുന്ന എല്ലാവരും LDFന്റെ ആൾക്കാരാണ്. അങ്ങനെ ഈ മാർക്കറ്റൊക്കെ ഇവിടെ നിന്ന് മാറ്റാൻ പോകുന്ന അല്ലേ? മാറ്റാൻ പോവാ. 55 കോടി പാസ്സായിട്ടുണ്ട്. 56 കോടി. അപ്പൊ അങ്ങോട്ട് മാറുമ്പോൾ കൂടുതൽ സൗകര്യത്തോടു കൂടി പോവാ. ഇവിടെ ഡബിളായിട്ട് എടുക്കും, മോളും താഴ്ത്തും. ഇത് മൊത്തം പൊളിച്ചു മാറ്റും. എങ്ങനെയുണ്ട് ഇലക്ഷൻ? നല്ല ഉസാറായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ചേട്ടാ, കല്ലുമ്മക്കായാണ് അത് 200 രൂപ. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? അടിപൊളിയായിട്ട് നടക്കും. ആര് ജയിക്കും? ഏപ്പൂർ മണ്ഡലത്തിൽ റിയാസ് ജയിക്കും. മണ്ഡലക്കാരാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മണ്ഡലത്തിലെ കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കാണാം. ജനശബ്ദം. നമ്മളിപ്പോൾ കൺമുന്നിൽ കാണുന്ന വികസനങ്ങളൊക്കെ LDF തന്നെ. ഇപ്പോൾ കേരളം മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിലും LDFൻ്റെ വികസനം തന്നെ എടുത്ത് പറയാനുള്ളൂ. LDF നമ്മുടെ ജയിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ LDF ജയിച്ചത്. മാറ്റം വരാൻ ചാൻസ് കാണുന്നില്ല. സൗത്തിൽ UDF ജയിക്കും. പോരെ, നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല കഴിവുള്ള ആളാണ്, വക്കീലാണ്. വികസനം എന്താ നടന്നത് ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ശുചീകരണം വരെ നടന്നിട്ടില്ല. സൗത്ത് UDF പിടിക്കണമെന്നാണ് ആഗ്രഹം. സൗത്തിൽ ദേവർകോവിലെന്ന് ജയിക്കും. LDF തരംഗം തന്നെ നയിക്കും കേരളത്തിൽ. വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും LDF ഒന്ന് വീണ്ടും അധികാരത്തിൽ വരും. 3 ഉണ്ടാവും. അതന്നെ. ഇവിടെ ആണെങ്കിൽ സൗത്തിൽ ദേവർകോവിൽ, നോർത്തിൽ രവീന്ദ്രൻ ചെയ്യും. കുറേ കാലങ്ങളോളം കിടന്ന പുതിയ പാലം പണിയെടുത്ത് തീർന്ന് പിന്നെ നാട്ടിലൊന്നായിട്ട് ഇപ്പം 2000 രൂപ പെൻഷന് കഴിഞ്ഞ പ്രാവശ്യം 18 മാസത്തെ പെൻഷൻ കൊടുക്കാതെ നിർത്തിവെച്ച UDF ഈ മാസത്തെ വരെ പെൻഷൻ കൊടുത്ത് നാട്ടിൽ നല്ല ചെയ്യുന്നതിനാണ് മുൻഗണന. LDF 2 തവണ പോയതാണ്. മൂന്നാമത്തെ തവണയും കൂടി വന്നാൽ ഇവിടുത്തെ കാര്യം പറ്റ പോക്കാം.
ഇവിടെ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളല്ലാതെ വിജയങ്ങളും ഒരു നേട്ടങ്ങളും നമുക്ക് കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. 3-ാം തവണ ആത്മവിശ്വാസം പെൻഷൻ കൊടുക്കുന്നു 2000. ഈ മാസവും കൊടുത്തു, കഴിഞ്ഞ മാസം തന്നെ 2 മാസത്തെ ഒന്നായിട്ട് കൊടുത്തു പെൻഷൻ, ക്ഷേമ പെൻഷൻ. പിന്നെ ഏത് സർക്കാരാണ് കൊടുക്കുക? UDF കൊടുക്കുമോ? വികസനങ്ങൾ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. MLA വെറും വികസനം മാത്രം ചെയ്താൽ പോരാ, നാട്ടുകാരെ കൂടെ നിൽക്കണം. ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാത്ത മാത്രമല്ല, ആ ഭാഗത്തേക്ക് വന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഫോൺ ചെയ്ത് എടുക്കണ പോലും ഇല്ല. ആള് വികസനം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നാട്ടുകാരെ കൂടെ നിൽക്കണ്ടല്ലോ, അതായിരിക്കണം MLA. ടൈറ്റാണ് ഇപ്പം ആളെല്ലാം ഓരോന്ന് പലരും ചിന്തിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. UDF അധികാരത്തിൽ വരും പ്രാവശ്യം. എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, 5 വർഷം വെച്ച് ഇപ്പം നമ്മളെ സെൻട്രൽ മാർക്കറ്റിലെ കഥ തന്നെ. സെൻട്രൽ മാർക്കറ്റിൽ 5 വർഷമായിട്ട് 2.5 കൊല്ലം പിന്നെ തേവർകോവിൽ മന്ത്രിയായിരുന്നു, 2.5 കൊല്ലം MLA ആയിരുന്നു. ഇന്ന് വരെ ആ മനുഷ്യൻ ഈ മാർക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.